ഭാഷയുടെ ഇമ്മിണി ലോകം സൃഷ്ടിച്ച കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് 31 വർഷം. ലളിത മനോഹര ഭാഷയിലൂടെ കടുത്ത ഹാസ്യത്തിലൂടെ നമ്മെ എന്നും അമ്പരിപ്പിച്ച എഴുത്തുകാരനാണ് ബഷീർ. തലമുറ ഭേദമില്ലാതെ ഏവർക്കും സുപരിചിതനായ എഴുത്തുകാരൻ. സ്വന്തം അനുഭവങ്ങളെ കാലത്തിനപ്പുറത്തേക്ക് വായിക്കപ്പെടുന്ന സർഗസൃഷ്ടിയായി വരച്ചിടാൻ അദ്ദേഹത്തിന്റെ മികവ് വേറെ ആർക്കും അവകാശപ്പെടാനില്ല. നോവൽ, ചെറുകഥകൾ, നാടകം, തിരക്കഥ, ലേഖനങ്ങൾ, അങ്ങനെ ബഷീർ സാഹിത്യത്തിലെ എല്ലാ ശാഖകളിലും തൻ്റെതായ ശൈലിയിൽ വേറിട്ട് തന്നെ നിന്നു. ബേപ്പൂർ വൈലാലിലെ മാംഗോസ്റ്റിൻ മരച്ചൂട്ടിലിരുന്ന് എഴുതിയവ രസചരടിൽ കോർത്ത വാക്കുകളായി, പ്രണയത്തിന്റെ തോരമഴയായി, ആശ്വാസത്തിന്റെ തെന്നലൈ പടർന്നു. മനുഷ്യർ മാത്രമല്ല, പൂക്കളും പൂമ്പാറ്റയും പുഴുക്കളും പക്ഷികളും മൃഗങ്ങളുമെല്ലാം ആ കഥകളുടെ ഓരത്ത് കൂട്ടം കൂടി നിന്നു. പാത്തുമ്മയുടെ ആടിലെ പുസ്തകം തിന്നുന്ന ആട് ബഷീറിന്റെ അജസുന്ദരിയാണ്. അബുവിന്റെ ഒച്ച കേട്ടയുടനെ പൂച്ചകൾ ഓടി, കാക്ക പറന്നു, കോഴികൾ പരക്കം പാഞ്ഞു. പാത്തുമ്മയുടെ ആട് അപ്പുറത്ത് പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ഓടി. പിള്ളേര് കരച്ചിൽ നിർത്തി. പരുന്തുകളും എറിയനും നിശബ്ദരായി എങ്ങോ ഒളിച്ചു. സ്ത്രീകളുടെയും വർത്തമാനം നിലച്ചു. വീട് നിശബ്ദമായി. എത്ര മനോഹരമായാണ് ചുറ്റുമുള്ള ജീവികളെ ബഷീർ നമുക്ക് മുന്നിൽ നേർചിത്രങ്ങളെ പോലെ പകർന്നു തരുന്നത്. പലതരം മൃഗങ്ങളും പക്ഷികളും ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിൽ നമുക്ക് കാണാം. സ്ഥലത്തെ പ്രധാന ദിവ്യനിൽ ഒരു രസകരമായ പരാമർശമുണ്ട്. ഖൈദേ, പുഷു എന്ന് പറ. ചൊറിയം പുഷു, പുസു, പുഴു, പുഷു. ഇത് മൂന്നുമല്ല ശരി. പുഴു, ചൊറിയം പുഴു. ഒരുപക്ഷെ ഭാഷയിലെ അച്ചടി ഭാഷയെ രൂക്ഷമായി പരിഹസിക്കുകയും ചെയ്യുന്ന ബഷീർ പല കൃതികളിലും ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ പൂവ് നീ എന്തു ചെയ്തു? ഏതു പൂവ്? രക്തനക്ഷത്രം പോലെ കടും ചുമപ്പായ ആ പൂവ്. ഓ അതോ? അതെ, അതെന്ത് ചെയ്തു? തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്നത് എന്തിന്? ചവിട്ടി അരച്ചു കളഞ്ഞോ എന്നറിയാൻ. കളഞ്ഞെങ്കിൽ എന്ത്? ഓ ഒന്നുമില്ല, എന്റെ ഹൃദയമായിരുന്നു അത്. മതിലുകളിലെ 2 പേർ ഒരിക്കലും കാണാതെ പ്രണയം പറഞ്ഞത് മധുര മനോഹരമായി നമുക്ക് എപ്പോഴും ഉത്തേജനം നൽകുന്നവയാണ്. പ്രണയത്തിന്റെ മഹാനദിയെന്നും ബഷീറിൻ എഴുത്തിലൂടെ ഒഴുകി നടക്കുമായിരുന്നു. ബാല്യകാല സഖിയിലെ മജീദും സുഹറയും നമുക്കിടയിൽ ഇപ്പോഴും ജീവിക്കുന്നത് അതുകൊണ്ടാണ്. മലയാള സാഹിത്യം പാരിസ്ഥിതിക ചിന്ത പങ്കുവെക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബഷീർ പ്രകൃതിയെ ചേർത്ത് പിടിച്ച് കഥ പറയുക മാത്രമല്ല, പ്രകൃതിക്കിണങ്ങി ജീവിക്കുകയും ചെയ്തു. ഭൂമിയുടെ അവകാശികൾ ഉൾപ്പെടെ രചനകളിൽ മനുഷ്യർക്ക് മാത്രമല്ല ഇതര ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എന്ന മഹത്തായ ദർശനം ബഷീർ പങ്കുവച്ചു. ഒന്നും കൂട്ടിയാൽ എത്രയാണടാ എന്ന ഗുരുനാഥന്റെ ചോദ്യത്തിന് ഇമ്മിടി വലിയ ഒന്ന് എന്ന് ഉത്തരം പറയുന്ന മജീദിനെ സൃഷ്ടിച്ച പതിവ് വ്യാകരണം തെറ്റിച്ച ബഷീർ നമുക്കിടയിൽ ഇപ്പോഴും ജീവിക്കുകയാണ്. ഉത്സവപ്പറമ്പിലും അങ്ങാടികളിലും വീട്ടകങ്ങളിലും കവലകളിലുമെല്ലാം ബഷീറിന്റെ കഥാപാത്രങ്ങളെ തോളിൽ കൈയിട്ട് നടക്കുന്നത് പോലെ കാണാനാവും. അതുതന്നെയാണ് അനശ്വരനായ ബഷീർ.